ഞാൻ കണ്ടുപിടിച്ച ലൂപ്പ് വളരെ സിമ്പിളാണ്. പൈസ ചിലവില്ല, നമ്മൾ എഫേർട്ട് ഇട്ടാൽ മതി. ഞാൻ ചെയ്ത് എനിക്കത് വർക്ക് ചെയ്ത് സക്സസ്ഫുള്ളായി ഇപ്പോഴും റണ്ണിങ് ആണ് അൽഹംദുലില്ലാ. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കിതിൽ നിന്ന് നല്ല പൈസ വരുന്നുണ്ട് അൽഹംദുലില്ലാ. ഇത് എത്രത്തോളം കാലം പോവും എന്നെനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വരണടുത്ത് വെച്ച് കാണാം. ഇക്കാലത്ത് ഒരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹമുള്ള ഒരാൾക്ക് ഏറ്റവും എളുപ്പം ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് തുടങ്ങാനാണ്. അതിൽ തന്നെ ഏറ്റവും എളുപ്പം ആമസോൺ ബിസിനസ് ചെയ്യാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, എല്ലാം നമുക്ക് അവർ തന്നിട്ടുണ്ട്. നമ്മളാകെ പ്രൊഡക്റ്റിനെ വാങ്ങിക്കുക, സെല്ല് ചെയ്യുക. ഓക്കെ. പക്ഷേ ആമസോണിൽ നമ്മളൊരാളല്ലല്ലോ ചെയ്യുന്നത്, നമ്മളല്ലാതെ ഒരുപാട് ആൾക്കാർ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ആമസോണിൽ കുറേ പൈസ PPC എന്ന് പറഞ്ഞാൽ പേപ്പർ ക്ലിക്ക്, അതായത് ആഡ്സ് റൺ ചെയ്യുക. അപ്പോൾ ആഡ്സൊക്കെ റൺ ചെയ്ത് ഒരുപാട് പൈസ ആമസോണിൽ ചിലവാക്കും. പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. നമ്മൾ ഈ ചെയ്തുകൊണ്ട് എല്ലാവരും പ്രശ്നം സെയിം തന്നെ, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ആമസോണിൽ ആൾക്കാർ സ്റ്റക്കാവുന്നത്. ഞാനപ്പോൾ ഇതിലൊരു ലൂപ്പ് ഹോൾ കണ്ടെത്തി. വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിയും ശുഭാപ്തി വിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെന്താണ് എല്ലാ അവസരങ്ങളും തപ്പിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിതിൽ കണ്ടുപിടിച്ച ലൂപ്പ് ഹോളുകളാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ചെയ്ത് എനിക്കത് വർക്ക് ചെയ്ത് സക്സസ്ഫുള്ളായി ഇപ്പോഴും റണ്ണിങ് ആണ് അൽഹംദുലില്ലാ. ഞാൻ കണ്ടുപിടിച്ച ലൂപ്പ് ഹോൾ വളരെ സിമ്പിളാണ്. പൈസ ചിലവില്ല, നമ്മൾ എഫേർട്ട് ഇട്ടാൽ മതി. നമ്മൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് വലിയ മലമറിക്കണ പരിപാടികളൊന്നുമല്ല. എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആർക്കും കഴിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്ത എക്സാക്റ്റ് സ്റ്റെപ്പുകളാണ് 1 2 3 എന്ന് പറഞ്ഞായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ സ്റ്റെപ്പുകളും. പിന്നെ ഞാൻ ചെയ്ത് പോണതിൻ്റെ ഇടയിൽ വന്ന തെറ്റുകളും തിരുത്തി ഉള്ള കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സെയിം പരിപാടികൾ ചെയ്യുക, അത്ര നിങ്ങൾ ചെയ്യണ്ടു. പക്ഷേ ഞാൻ കാണിച്ചു തരുന്ന സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് പൈസ ചിലവൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് വേണം. എഫേർട്ട് ഇല്ലാണ്ട് ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എഫേർട്ട് ഇല്ലാണ്ട് ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ടുതരാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ സൈഡിൽ നിന്ന് സാക്രിഫൈസ് വേണം. അത് സമയമാവാം, ടെൻഷനാവാം, അത് ദുനിയാവിൻ്റെ ഒരു വർക്കിംഗ് അങ്ങനെയാണ്. അതായത് എന്തെങ്കിലും ഒരു സൈഡിലൊരു കുറവോ അല്ലെങ്കിൽ വേദനയോ ടെൻഷനോ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ഉണ്ടെങ്കിലേ ഇപ്പുറത്ത് നമുക്ക് പ്രോസ്പെരിറ്റി പൊന്തുള്ളൂ എന്നുള്ളത് 100%. അതിലൊരു ഇതുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കിതിൽ നിന്ന് നല്ല പൈസ വരുന്നുണ്ട് അൽഹംദുലില്ലാ. പക്ഷേ എന്താണ്, കാലത്ത് 7 മണി മുതൽ രാത്രി 10 മണി വരെ ഞാൻ ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. എനിക്ക് പണ്ട് സമയം ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഒരു സമയമില്ല. എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഒരു സിനിമ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഗുണമുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യണം എന്നിട്ടാ എൻ്റെ സമയം. അപ്പോൾ ഇത് എത്രത്തോളം കാലം പോവും എന്നെനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വരണടുത്ത് വെച്ച് കാണാം.